ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഒരു ഷോപ്പിംഗ് വ്ലോഗ് കണ്ടാലോ. ഞാനും ദേവുട്ടിനും മാത്രമേ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നുള്ളൂ. കാരണം ഉണ്ണിച്ച് നല്ല ഉറക്കാം. അപ്പോൾ ഞാൻ ഓർത്ത് വേഗം നമുക്ക് തിരിച്ചു വരണം. ഉണ്ണിച്ചൻ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഇടയ്ക്കെങ്ങാനും എഴുന്നേറ്റിട്ടുണ്ടേ പിന്നെ ഇവിടെ അടിച്ച് തകർത്ത് പൊളിക്കും. അമ്മ കൊണ്ടുപോയില്ലേ എന്നും പറഞ്ഞു. ആദ്യമേ ദേവിച്ചേച്ചി ചെന്ന പാടെ ലിസ്റ്റൊക്കെ വെച്ച് സാധനങ്ങളെല്ലാം അങ്ങ് എടുത്തു. അത് കഴിഞ്ഞ് കൺഫ്യൂഷനാണ്. എന്തിൻ്റെ പേരിൽ ഒരുതിനുമ്പോൾ ഒരു മിഠായി നമുക്ക് മേടിക്കണമല്ലോ, അതേതെടുക്കുക എന്നുള്ള കൺഫ്യൂഷനാണ്. അതെന്താണെന്നറിയോ മെയിൻ പ്രോബ്ലം? ഒരെണ്ണമല്ലേ എടുക്കാൻ പറ്റുള്ളൂ, പലതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എന്തെടുക്കുക എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനാണ്. പാവം ദേവമോൾ ഒരുപാട് സ്ട്രെസ് എടുത്തു. എന്തിനാണോ എന്തോ. ദേവക്കുട്ടി ഞാൻ പല ഭാവങ്ങൾ കണ്ട്. പാലക്കാമാല, മുല്ലമട്ടുമാല എന്നുള്ള നാഗവല്ലി ഇറങ്ങുന്ന പോലെ പല രീതിയിലുള്ള ഭാവങ്ങളും ഞാൻ കണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, ദേവമോളെ ഞാൻ പോവാ, ഉണ്ണി എഴുന്നേറ്റ് അവിടെ പ്രശ്നമാവും, അവിടെ തല്ലിപ്പൊളിക്കുന്നതിന് നമുക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം. എനിക്ക് സത്യത്തിൽ ദേവമോളെ കണ്ടപ്പോണ്ടല്ലോ എൻ്റെ കുഞ്ഞുനാൾ ശരിക്കും ഞാൻ ഓർക്കും. ദേവുവിലെ ഓരോ ഭാവങ്ങൾ കാണുമ്പോഴും ഞാൻ ചിന്തിക്കും, എനിക്ക് കുഞ്ഞിൽ എങ്ങനെയായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം സത്യത്തിൽ വന്നിട്ടില്ല. കാരണം നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ സത്യത്തിൽ ഇതൊക്കെ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. മക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ മേടിച്ചു കൊടുത്തില്ല പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് നോക്കും. പിന്നെ ദേവുവിൻ്റെ ലിസ്റ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ദേവു ഇങ്ങനെ ഓരോന്നോരോന്നായി പറയും. അമ്മേ ഹോട്ട് ഗ്ലൂ വേണം, അമ്മേ അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് റെഡിയാക്കി വെക്കും. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സെറ്റാകുമ്പോൾ നമ്മളത് മേടിച്ചു കൊടുക്കും. അപ്പോൾ ഈ മുട്ടായിയുടെ കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ തീർത്ത് ആൾ 2 മുട്ടായി എടുത്ത് ഒരെണ്ണമായിട്ട് മേടിച്ചുകൊണ്ട് വരാൻ നമുക്ക് പറ്റില്ലല്ലോ. ഞങ്ങളങ്ങനെ ബില്ലൊക്കെ അടിച്ച് സാധനങ്ങൾ ഇറക്കിയിട്ട് ഇങ്ങനെ നേരെ നടന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്ന നാട്ടിലെ കാര്യമാണ് കേട്ടോ. രാത്രിയിൽ ഒരു ദിവസം ലേറ്റായി വന്നെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെയും ചേച്ചീനെ നല്ല വഴക്ക് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ലേറ്റായി വന്നെന്നും പറഞ്ഞാൽ. ഇവിടെ നമ്മൾ എപ്പോഴും ഒരുപാട് ലേറ്റ് ആവും. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ക്ഷീണം തീർത്ത് വൈകുന്നേരം അങ്ങ് പോകാനായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ തന്നെ ലേറ്റ് ആവും. ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോയി സാധനം മേടിച്ചിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ അതൊരു പ്രശ്നമല്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഓക്കെ അപ്പോൾ ബൈ, ടേക്ക് കെയർ. മോർണിംഗ് ആയപ്പോൾ ഉണ്ണിച്ചനും കൊടുത്തു. ആ സ്പ്രേ മുട്ടായി കൊള്ളില്ല കേട്ടോ.